ജയ് കുറച്ചു സമയം മൗനമായി കടലിലേക്ക് നോക്കി നിന്നു. ഡെവിയുടെ കരസ്പർശം തോളിൽ അറിഞ്ഞതും ജയ് എന്താണെന്നുള്ള അർത്ഥത്തിൽ ഡെവിയെ തിരിഞ്ഞു നോക്കി. മോൾക്ക് നിന്നെ കുറിച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ജയ്? ഡെവി ജയോടായി ചോദിച്ചു. ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ ചെറിയ തോതിൽ അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടടാ. അത് അവളുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്, ജയ് ഡെവിയോട് പറഞ്ഞു. എനിക്കത് മനസ്സിലാകും, കാരണം ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അവളുടെ ശരീരത്തിന്റെ മാറ്റം, അവളിലെ മാറ്റം എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഒരു ചിരിയോടെ അവൻ മനസ്സിലോർത്തു. അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് നമുക്ക് വേണം ജയ്, അത് അവളുടെ കയ്യിൽ കാണുമല്ലോ, ഡെവി ജയോടായി ചോദിച്ചു. നോക്കണം ഡെവി, ടൈം ഉണ്ടല്ലോ. ജയ്, നിന്റെ കല്യാണം കഴിഞ്ഞതായി വീട്ടിൽ പറയണ്ടേ? അജു ഒരു സംശയത്തോടെ ചോദിച്ചു. അജു, എന്റെ അമ്മോന്റെ വിവാഹം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആളുകളുടെ മുന്നിൽ വെച്ച് താലി ചാർത്തി കൊണ്ടുവന്നതല്ലാതെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എനിക്ക് അവളെ ഒന്നുകൂടി താലി കെട്ടി എന്റേതാക്കണം അജു. ഞങ്ങളുടെ വിവാഹം താല്പര്യപ്രകാരം ഒരു പ്രാവശ്യം കൂടി എന്റേതാക്കണം, ഒരു തടസ്സങ്ങളുമില്ലാതെ. ആ വാക്കുകളിൽ ഒരു ദൃഢനിശ്ചയമുള്ളതായി അജുവിന് ഡെവിക്ക് തോന്നി. ജയ്, നിങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടത്തണം, അതുപോലെ രജിസ്റ്റർ ചെയ്യുകയും വേണം. ഇനി താമസിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അഗ്നി, അവന്റെ നിശബ്ദത, അതാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. മോൾ ജീവനോടെ ഉണ്ടെന്ന് നിന്നെപ്പോലെ അവനും അറിയാം, അതുകൊണ്ട് പേടിക്കണം, ഡെവി ഓർമ്മപ്പെടുത്തി. അതിരിക്കട്ടെ ഡെവി, നിന്റെ പെണ്ണിപ്പോ എവിടാ? അതിനെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ, അതൊരു സംശയത്തോടെ ചോദിച്ചു. എമി ഇപ്പൊ അമേരിക്കയിലാണ്, അവളുടെ പപ്പയുടെ ഫ്രണ്ടിന്റെ കമ്പനിയിൽ എക്സ്പീരിയൻസിനായി കയറിയിരിക്കുക. 6 മാസം കഴിഞ്ഞേ വരൂ, അത് കഴിഞ്ഞേ വിവാഹം ഉണ്ടാകൂ, ഡെവി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ എമിയുടെ കാര്യം ശ്രീമോൾക്ക് അറിയില്ല, ഡെവി പറഞ്ഞു. അവളോട് പറയണം എമിയുടെ കാര്യം. എന്തായാലും ശ്രീകൊച്ച് എന്നെ ഭിത്തിയിൽ ഒട്ടിക്കാതിരുന്ന ഭാഗ്യം, ഡെവി മുകളിലേക്ക് നോക്കി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചുപോയി. പിന്നെ കുറെ കഴിഞ്ഞാണ് അവർ പോയത്. ഡെവിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ വഴി മാളിലേക്ക് പോയി. ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മുടെ ജയ്യെയും പെണ്ണിനെയും തനിച്ചൊന്ന് വിടാൻ. അജു പിന്നെ ഏതോ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി. ജയ് നേരെ ഡെവിയുടെ വീട്ടിലേക്ക് ചെന്നു. ശാരദമ്മ വന്നപ്പോ തന്നെ ഇറങ്ങാനായി നിന്നു. ജയ് സാർ വന്നോ? ഞാൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ശാരദാമ്മ ജയ് വന്നപ്പോൾ പറഞ്ഞിറങ്ങാനായി പോയി. ശാരദാമ്മേ, ജയ് അവരെ വിളിച്ചു. അവർ എന്താണെന്നർത്ഥത്തിൽ ജയെ തിരിഞ്ഞു നോക്കി. ഇനി മുതൽ ഡെവിയെ വിളിക്കുന്ന പോലെ പേര് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മോനെ എന്ന് വിളിച്ചാൽ മതി. ഈ സാർ വിളി വേണ്ട കേട്ടോ, ജയ് അവരോട് പറഞ്ഞു. അവർ നിറഞ്ഞ പുഞ്ചിരിയോടെ തലയാട്ടി. അമ്മേ, ഭദ്ര എവിടെ? അവൻ അവളെ കാണാഞ്ഞോണ്ട് അവരോടായി ചോദിച്ചു. ശ്രീമോള് കുളിക്കുവോ മോനെ? എന്നാ ശരി അമ്മേ, ജയ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ ഞാൻ പോവാ കുഞ്ഞെ. അത് പറഞ്ഞ് അവർ അവിടെ നിന്നിറങ്ങി. അവർ പോയതും ജയ് ചെന്ന് മുൻഭാഗത്തെ വാതിൽ കുറ്റിയിട്ട് നേരെ ഭദ്രയ്ക്ക് കൊടുത്ത റൂമിലേക്ക് പോയി. മുറിയിലേക്ക് ചെന്നപ്പോൾ മുറി കുറ്റിയിട്ടില്ലായിരുന്നു, ചുമ്മാ ഒന്ന് ചാരിയതേ ഉള്ളൂ. അവൻ അകത്തേക്ക് കയറി. അവളെ അവിടെ എങ്ങും കണ്ടില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവൾ കുളിക്കുകയാണെന്ന് മനസ്സിലായ അവൻ പതിയെ ബാൽക്കണിയിലേക്ക് പോയി. ഭദ്ര ഇതൊന്നും അറിയാതെ മൂളിപ്പാട്ടും പാടി കുളിക്കുന്ന തിരക്കിലായിരുന്നു. ഭദ്ര അങ്ങനെയാണ് ഇപ്പോ. പെണ്ണ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. എപ്പോ ബാത്റൂമിൽ കയറിയാലും അവളുടെ വക ഒരു സോങ് അത് നിർബന്ധമായിരുന്നു. അല്പസമയത്തിന് ശേഷം ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. ധാവണി അലക്ഷ്യമായിട്ടാണ് അവൾ ഉടുത്തിരിക്കുന്നത്. കുളിച്ചിറങ്ങിയതിനാൽ തല പോലും നേരെ തോർത്താതെയാണ് പെണ്ണിറങ്ങി വന്നിരിക്കുന്നത്. അവളുടെ ചന്ദനത്തിന്റെ ഗന്ധം ആ മുറിയിൽ ആകെ പരന്നു. അവൾ നേരെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തല തുവർത്താനായി തുടങ്ങി. ജയ് അവൾ ബാത്റൂമിൽ നിന്നിറങ്ങിയത് മനസ്സിലാക്കി റൂമിലേക്ക് വന്നു. ഭദ്ര അപ്പ കണ്ണാടിയുടെ മുന്നിൽ പുറംതിരിഞ്ഞ് നിന്ന് സിന്ദൂരച്ചെപ്പിൽ നോക്കി വലിയ ആലോചനയിലായിരുന്നു. അവളെ നോക്കി നിന്ന ജയ്ക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അവന് കാര്യം മനസ്സിലായതുപോലെ ചുണ്ടിൽ അവൾക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി.
കുളിച്ചിട്ടിറങ്ങിയതേ ഉള്ളു പെണ്ണ്. അവളുടെ ധാവണി നന്നായി ഉടുക്കാത്തതിനാൽ ആ ഇടുപ്പ് കണ്ണാടിയിലൂടെ അവന് വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. അവളുടെ വെളുത്ത കുഞ്ഞു വയറിൽ പൊട്ടുപോലെ ഒരു കുഞ്ഞി മറുകുണ്ടായിരുന്നു. അതിലേക്ക് അവന്റെ കണ്ണുകൾ പോയത് ഉമ്മനീരിറക്കാൻ മറന്ന് അവൻ അങ്ങനെ നിന്നുപോയി. പിന്നെയും മുകളിലേക്ക് കാണാൻ അവന് കാഴ്ചകളേറെ ഉണ്ടായിരുന്നു. മുകളിലേക്ക് അവന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ കടന്നുപോയി. അനാവൃതമായ പുറംഭാഗം കുളിച്ചതിന്റെ ഭാഗമായി വെള്ളത്തുള്ളിയിൽ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. സിന്ദൂരത്തിൽ കുറച്ചു നേരം നോക്കിക്കഴിഞ്ഞ് അതവിടെ വെച്ച് പിന്നെ മുടി ഒരു ഭാഗത്തേക്ക് ഇട്ടുകൊണ്ട് മുടി തോർത്തുകയാണ് പെണ്ണ്. അതിനാൽ അവളുടെ പുറംഭാഗം അവന് മുന്നിൽ അനാവൃതമായിരുന്നു. അതുപോലെ ചെവിക്ക് പുറകിൽ ഒരു കുഞ്ഞു മറുക്. എൻ്റെ പെണ്ണിന്റെ ശരീരത്തിലെല്ലാം മറുകാണല്ലോ. എന്തായാലും എനിക്കിഷ്ടായി. അവനൊരു കള്ളച്ചിരിയോട് ഓർത്തു. മനസ്സ് അവളിലേക്ക് എത്താൻ മന്ത്രിക്കുന്നു. എന്തൊക്കെയോ തോന്നുന്നു. നീ അരികിലുണ്ടാകുന്ന ഓരോ നിമിഷവും ഈ ലോകം മുഴുവൻ എനിക്ക് മുന്നിലായി വന്നു നിൽക്കുന്ന പോലെ തോന്നുന്നു പെണ്ണെ. നിന്റെ സാമീപ്യമാണ് ഇന്ന് എൻ്റെ ലോകം തന്നെ. എന്ന ഭദ്ര ഇതൊന്നും അറിയാതെ തല തുവർത്തുന്ന തിരക്കിലായിരുന്നു. അതനുസരിച്ച് അവളുടെ മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ജയും രവിയും വരും എന്ന തോന്നലിലാണ് അവൾ പെട്ടെന്ന് കുളിച്ച് തല പോലും തുവർത്താതെ തന്റെ ധാവണി ചുറ്റി പുറത്തേക്കിറങ്ങിയത്. കുളിച്ചതിന്റെ ഫലമായി ഒരലങ്കാരങ്ങളും ആ മുഖത്തില്ലായിരുന്നു. അവൾ ആ ധാവണിയിൽ അതിസുന്ദരിയായിരുന്നു. അവൻ വന്ന് നിന്നത് പോലും അവൾ അറിഞ്ഞില്ല. തല തുവർത്തി കഴിഞ്ഞ് തല ഉയർത്തി കണ്ണാടിയിലേക്ക് നോക്കിയ പെണ്ണ് ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്ന് അവനെ നോക്കി നിന്നുപോയി. അവൾ പിടയ്ക്കുന്ന കണ്ണുകളോടെയും വിറയ്ക്കുന്ന ചുണ്ടുകളോടെയും അവനെ നോക്കി നിന്നു. ആ മുറിയിൽ അവളുടെ ഗന്ധം. താൻ അടുത്തു ചെല്ലുമ്പോൾ പരമീനെ പോലെ പിടയ്ക്കുന്ന കണ്ണുകളും ചോര ചുണ്ടുകളും കാണെ അവന്റെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. അവന്റെ നോട്ടത്തിൽ അവൾ തളർന്നുപോയി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവളെ തളർത്തുന്ന രീതിയിൽ നോക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ വരുന്നതനുസരിച്ച് കണ്ണാടിയിലേക്ക് കുറച്ചുകൂടി ചേർന്നു പോയി. അവളുടെ ആ പറച്ചിലിൽ അവന്റെ ചുണ്ട് കൂർത്തുപോയി. ആരടി നിന്റെ സാറ്? ഞാൻ നിന്നെ ഏത് ക്ലാസ്സിലാ പഠിപ്പിച്ചേ? അത് പിന്നെ അവൾ ഒരു പേടിയോടെ അവനെ നോക്കി. അത് കാണെ അവൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ച് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഭദ്രേ, ഞാൻ നിന്റെ ഭർത്താവാണ്. അത് നീ പലപ്പോഴായി മറന്നു പോകുന്നു. അത് പിന്നെ ഇയാളും അങ്ങനെയല്ലേ എന്നോട് കാണിച്ചേ? അവന്റെ നെഞ്ചിലായി വിരൽ കുത്തിക്കൊണ്ട് കൊച്ചുകുട്ടികൾ പറയുന്ന പോലെ അവൾ പറയുമ്പോൾ അവന്റെ മനസ്സെന്തിനോ ഒന്ന് പിടഞ്ഞുപോയി. ശരിയാണ്, അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു നോവായി തന്നെ തുടരുകയാണ്. അവനൊന്നും പറയാതെ തിരിഞ്ഞു നടക്കാനായി പോയതും ആ കൈകളിൽ അവളുടെ പിടി വീണിരുന്നു. അവൻ തിരിഞ്ഞ് അവളെ നോക്കിയില്ല. അവളുടെ ആ തുറന്ന പറച്ചിലിൽ അവന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഹൃദയത്തിൽ കത്തിക്കുത്തിയിറക്കുന്ന വേദന ആ നിമിഷം അവൻ അറിഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കാതെ നിന്നതും പിണങ്ങിയെന്ന് തോന്നിയ അവൾ അവനെ അങ്ങനെ തന്നെ കെട്ടിപ്പിടിച്ചു നിന്നുപോയി. ജയ് ഞെട്ടിപ്പോയി. ഹൃദയം പേരറിയിക്കാൻ കഴിയാത്ത പോലെ ഒരു വികാരം നിറഞ്ഞു. ആ വാതിൽ പതിയെ തുറന്നു. ആ മുറി ഇരുട്ടലാൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ഇരുട്ടിൽ ഒരു വെളിച്ചത്തിന്റെ സഹായമില്ലാതെ അകത്ത് ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മുറിയിലേക്ക് വന്നവൻ പതുക്കെ ആ മുറിയുടെ ലൈറ്റ് ഓണാക്കിയതും അതൊരു ജിം റൂം ആയിരുന്നു. തന്റെ പ്രവൃത്തിക്ക് തടസ്സമായി വന്നവനെ അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ആ മുഖം വലിഞ്ഞു മുറുകി. യദു, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഡോറ് തട്ടാതെ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്. യദു എന്ന് വിളിക്കുന്ന യാദവിനെ നോക്കി അവൻ മുരുണ്ടു. എന്റെ ബ്രോ, ഞാൻ അറിഞ്ഞോ ഇവിടെ ഏട്ടൻ വർക്കൗട്ടിലാണെന്ന്? അവനൊരു കുറുമ്പോടെ ചോദിച്ചു. ഭിത്തിയിൽ ചേർത്ത് വച്ചിരിക്കുന്ന കണ്ണാടിയിൽ അവന്റെ പ്രതിബിംബം യദുവിന് കാണാമായിരുന്നു. യദു, ഞാൻ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പറയില്ല. എനിക്കൊരു കാര്യം പിന്നെ പിന്നെ പറയുന്നത് ഇഷ്ടമല്ല. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഏട്ടാ, അത് പിന്നെ മുത്തശ്ശി തറവാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഏട്ടനെ വിളിക്കാൻ പറഞ്ഞോണ്ടാ. അവന്റെ ഭാവത്തിൽ പേടിച്ചുകൊണ്ട് യദു വിക്കി വിക്കി പറഞ്ഞു. അവൻ അവിടെ വിരിച്ചിട്ട ടവലെടുത്ത് തന്റെ ശരീരത്തിലെ വിയർപ്പ് തുടച്ചു മാറ്റി. ഷർട്ട്ലെസ് ആയതിനാൽ അവന്റെ ഉറച്ച ശരീരം യദു നോക്കി നിന്നു. നെഞ്ചിലായി ഈഗിൾ ടാറ്റു നിറഞ്ഞു നിൽക്കുന്നു.
ടാറ്റു ചെയ്ത നെഞ്ചിന്റെ ഇടതുഭാഗത്തായി അവളുടെ കണ്ണുകൾ അതീവ ഭംഗിയായി ടാറ്റു ചെയ്തിട്ടുണ്ട്. ആദ്യമായി അവന്റെ കണ്ണുകൾ ഉടക്കിയത് ആ മിഴികളിലായിരുന്നു. കൂടാതെ ആ പേരും അതിഭംഗിയായി ആ മിഴികൾക്കൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു.